വരും ദിവസങ്ങളിൽ അറിയാൻ എന്തുകൊണ്ട് ക്ഷണിച്ചവർ വന്നില്ല, അതോ വരാഞ്ഞതാണോ, ഇത്രയാണോ പ്രതീക്ഷിച്ചിരുന്നത്? എന്തായാലും മുൻപ് വലിയ ഒരു ധനികനായിട്ടുള്ള വിജയമല്യ ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ്റെ ശ്രീകോവിലെല്ലാം സ്വർണം പൂശിയ ഒരു ചരിത്രമുണ്ടായിരുന്നു. അദ്ദേഹം സാമ്പത്തികമായി ഉന്നതിയിൽ നിന്ന ആളാണെങ്കിലും ഇന്ന് അദ്ദേഹം അത്ര ഉന്നതിയിലല്ല, രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്താണ്. ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന സാമ്പത്തികമായി ഭദ്രതയുള്ള ബിസിനസ്സുകാരൊക്കെയാണോ, അത് ഭയന്നാണോ ഇത്തരം ആവശ്യമില്ലാത്ത ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മുതൽ മുടക്കിയാൽ അവർ ജീവിതം സുരക്ഷിതമല്ല എന്നുള്ള ബോധ്യം കൊണ്ടാണോ? എന്തു തന്നെയായാലും ധനികരായിട്ടുള്ള പലരെയും പ്രതീക്ഷിച്ചെങ്കിലും പ്രവാസി വ്യവസായികളായിട്ടുള്ളവരെ പ്രതീക്ഷിച്ചെങ്കിലും ആരും ഇവിടെ എത്തിയിട്ടില്ല. എത്ര പേര് വിളമ്പിയുടെ കുഴഞ്ഞോ? കാലത്തെ നിങ്ങളായിരുന്നോ? ഇനി അടുത്ത വിളമ്പലോട് കഴിഞ്ഞിട്ട് പോത്തോളോ? വൈകിട്ടിന് എത്ര മണിക്ക് കൂടാം? വൈകിട്ട് പായസമാണോ അത്? തീയല്ല. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ശബരിമലയിൽ പമ്പയിൽ നടന്നിരിക്കുകയാണ്. അത് സമാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ തൊട്ട് ഇന്ന് 3500 പേര് ഇവിടെ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും അതിനനുസരിച്ച് 3500 ഏതാണ്ട് 5000 പേർക്ക് തന്നെ വരുന്നവർക്കും ഈ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾ ആര് വന്നാലും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പഴയടം മോഹനൻ നമ്പൂതിരിയായിരുന്നു അതിൻ്റെ ചുമതല. അദ്ദേഹം ഭംഗിയായിട്ട് ഭക്ഷണമെല്ലാം വെച്ചു. കാലത്തെ ഇഡലിയും ദോശയും ഒക്കെ ആയിരുന്നെങ്കിലും ഈ 3500 പേര് വരുമെന്നൊരു 5000 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ നിർഭാഗ്യവശാൽ ആ ഭക്ഷണം എല്ലാവരും ജനങ്ങളും അവിടെ എത്തിച്ചേരാത്തതുകൊണ്ട് എൻ്റെ 1000ഓളം പേർക്ക് കഴിക്കേണ്ട ദോശയും മറ്റുള്ളതുമാണ് അവിടെ മാറിയിരിക്കുന്നത്. അത് വേസ്റ്റായി പോകും, അതിന് ആരും കഴിക്കാൻ പറ്റാത്ത രീതി. പക്ഷേ ആ ഒരു കാലത്തെ തിരക്ക് കുറഞ്ഞുകൊണ്ട് പഴയടം മോഹനൻ നമ്പൂതിരിയെ പോലുള്ള ഒരു പ്രഗത്ഭനായ ഒരു പാചകക്കാരനായതുകൊണ്ട് അദ്ദേഹം ഉച്ചയ്ക്ക് ഈ 3500 പേർക്കുള്ള അല്ലെങ്കിൽ 5000 പേർക്കുള്ള ഭക്ഷണം ഒരുക്കിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. വളരെ ചുരുക്കം, ഏതാണ്ട് 3000-നകത്ത് ഉള്ള ആൾക്കാർക്കുള്ള ഭക്ഷണം കുറിച്ചുകൊണ്ട് അധികം വേസ്റ്റായി പോയില്ല, അത് അധികം കുഴിച്ചുമൂടേണ്ടി വന്നില്ല. അദ്ദേഹം ബുദ്ധിപരമായിട്ട് ഭക്ഷണം, അരിയും മറ്റുള്ള കറികൾ കുറച്ചധികം വന്നെങ്കിൽ പോലും ഭക്ഷണങ്ങളും ചോറും എല്ലാം അധികം വരികയും പിന്നെ ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളെ 2:30-3 മണിയോട് അടുപ്പിച്ച് ഭക്തജനങ്ങൾ ശബരിമലയിൽ വരുമ്പോൾ അവരെ എല്ലാം വിളിച്ച് സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളെ വിളിച്ചുകൊണ്ടുപോയി ആ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുന്ന കാഴ്ചകളും നമുക്ക് കണ്ടു. എന്തായാലും അതല്ലാതെ മറ്റേ വല്ല ഏജൻസി പോലെ ആരെങ്കിലും അത് ഇന്ന് നിരവധി ഒരു 10,000-3000 പേരുടെ ഭക്ഷണം ഇന്ന് കുഴിച്ചു മൂടേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. എന്തായാലും അദ്ദേഹം ബുദ്ധിപരമായിട്ട് ചെയ്തുകൊണ്ട് ശബരിമലയിൽ ഇത്രയും പേർക്ക് ഉണ്ടാക്കിയ ഭക്ഷണം കാലത്തെ കുറച്ച് 2000-1000 പേർക്കുള്ള ദോശകളും കാര്യവും വേസ്റ്റായെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്ഷണം അദ്ദേഹം ബുദ്ധിപരമായി കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം വലിയ വേസ്റ്റ് വന്നില്ല. ആരും ഭക്ഷണം കഴിക്കാനോ പറഞ്ഞില്ലേ. ഉച്ചയോടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ വന്നതിൽ പകുതി പേരും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നവരും ഇത് മറ്റുള്ളവരാരും തന്നെ ക്ഷണിച്ചവർ എന്താണ് ദേവസ്വം പ്രസിഡന്റും മുഖ്യമന്ത്രിക്കും പറ്റിയതും ദേവസ്വം മന്ത്രിക്ക് പറ്റിയതും അറിയത്തില്ല. വരും ദിവസങ്ങളിൽ അറിയാൻ എന്തുകൊണ്ട് ക്ഷണിച്ചവർ വന്നില്ല, അതോ വരാഞ്ഞതാണോ, ഇത്രയാണോ പ്രതീക്ഷിച്ചിരുന്നത്? എന്തായാലും മുൻപ് വലിയ ഒരു ധനികനായിട്ടുള്ള വിജയമല്യ ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ്റെ ശ്രീകോവിലെല്ലാം സ്വർണം പൂശിയ ഒരു ചരിത്രമുണ്ടായിരുന്നു. അദ്ദേഹം സാമ്പത്തികമായി ഉന്നതിയിൽ നിന്ന ആളാണെങ്കിലും ഇന്ന് അദ്ദേഹം അത്ര ഉന്നതിയിലല്ല, രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്താണ്. ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന സാമ്പത്തികമായി ഭദ്രതയുള്ള ബിസിനസ്സുകാരൊക്കെയാണോ, അത് ഭയന്നാണോ ഇത്തരം ആവശ്യമില്ലാത്ത ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മുതൽ മുടക്കിയാൽ അവർ ജീവിതം സുരക്ഷിതമല്ല എന്നുള്ള ബോധ്യം കൊണ്ടാണോ? എന്തു തന്നെയായാലും ധനികരായിട്ടുള്ള പലരെയും പ്രതീക്ഷിച്ചെങ്കിലും പ്രവാസി വ്യവസായികളായിട്ടുള്ളവരെ പ്രതീക്ഷിച്ചെങ്കിലും ആരും ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ആരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചുരുക്കം 1-2 പേരെ എത്തിയെങ്കിൽ മാത്രം ഉള്ളൂ. പക്ഷേ മുൻനിരയിലിരുന്ന VIP സ്ഥലങ്ങളിലൊന്നും അത്തരത്തിൽ ആൾക്കാരെ ആരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും മറ്റ് ചുരുങ്ങിയ കുറച്ച് ആൾക്കാരാണ് വന്നത്. എന്തായാലും വൈകുന്നേരം വരെ ഒരു 6-7 മണിക്കൂർ പോലും ഹാളിൽ പകുതി പേരെങ്കിലും നിലനിർത്താൻ ഇന്ന് ഈ സംഗമം നടത്തിയവർക്ക് കഴിഞ്ഞില്ല. ഇനി എന്തായാലും തൊട്ടടുത്ത് അയ്യപ്പ ഭക്തസംഗമം എന്ന് പറഞ്ഞ് പന്തളത്ത് വെച്ച് 22-ാം തീയതി നമുക്കത് നോക്കാം. എവിടെയാണ് ഭക്തജനങ്ങൾ വരുന്നത്, ശബരിമലയിൽ എത്താത്തത് എന്താണ് എന്നൊക്കെ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. എന്താണ് ഇവർ ക്ഷണിച്ചവർ വരാഞ്ഞത്, എന്ത് ഭയം കൊണ്ടാണോ, ആവശ്യമില്ലാത്ത കാര്യമുണ്ടായതാണോ, ആവശ്യമുള്ളത് കൊണ്ടാണോ എന്നെല്ലാം തിരിച്ചറിയാൻ പറ്റും. വളരെ വിപുലമായിട്ട് ആഗോള അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് നടത്തിയ ഒരു ആഗോള അയ്യപ്പ സംഗമമാണ് ഇന്നിവിടെ പമ്പയിൽ അവസാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പല ഭാഗപ്പിഴകളും അതിൻ്റെ ഉദ്ദേശങ്ങളും ഒക്കെ മനസ്സിലാക്കി ഇനി എന്തെങ്കിലും അത്തരം സംഭവങ്ങൾ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നടത്തട്ടെ എന്ന് മാത്രം പറയുന്നു. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.